അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഉണ്ടാക്കാം. പല രീതിയിലും ഇത് ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ വേർഷനാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മത്തങ്ങ പംകിൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യുക, ഒരുപാട് തിക്കാക്കണ്ട. ചെറുതായിട്ട് കട്ട് ചെയ്ത് പംകിനിലേക്ക് ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ചതച്ചത് പൊടിയോ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഈ ഒരു ടൈമിൽ തേങ്ങാ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വൻപയർ കുക്ക് ചെയ്തെടുക്കുക. വാഷ് ചെയ്ത് ഊറ്റി വെക്കുക. അപ്പം മത്തങ്ങ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് വൻപയർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് പല രീതിയിലും ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ എടുക്കാം കേട്ടോ.